നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യത്തെ ഓരോ വ്യക്തികളുടെയും വളരെ പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിയൽ രേഖയായി മാറിയിരിക്കുകയാണല്ലോ ആധാർ കാർഡ്. ഇപ്പോൾ വിവിധ സേവനങ്ങളിൽ അതിപ്പോൾ സർക്കാരിൻ്റെതായാലും സ്വകാര്യ സ്ഥാപനങ്ങളുടേതായാലും ഒക്കെ നമുക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ആധാർ വിവരങ്ങളും ആധാറിന്റെ കോപ്പിയും ഒക്കെ നൽകേണ്ടതായിട്ട് വരാറുണ്ട്. ഈ ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് ലിങ്ക് ആണ്. നമ്മുടെ ബയോമെട്രിക് വിവരങ്ങളെല്ലാം ഈ ആധാറിൽ അടങ്ങിയിരിക്കുന്നതിനാൽ തെറ്റായ കരങ്ങളിൽ നമ്മുടെ ഈ ആധാർ കാർഡ് എത്തിച്ചേർന്നാൽ അത് മറ്റ് പല ദുരുപയോഗങ്ങൾക്കും തട്ടിപ്പുകൾക്കൊക്കെ കാരണമായി വരാറുണ്ട്. ഈ തട്ടിപ്പ് തടയാനായിട്ട് അനാവശ്യ കാര്യങ്ങൾക്ക് ഒറിജിനൽ ആധാർ കോപ്പി നൽകുന്നതിന് പകരം മാസ്ക്ഡ് ആധാർ നൽകി ഉപയോഗിക്കാനായിട്ടാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. മാസ്ക്ഡ് ആധാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആധാർ നമ്പറിലെ അവസാനത്തെ 4 അക്കം മാത്രമാണ് അതിൽ ദൃശ്യമാകുക. അതുപോലെ ഇത് ഡിജിറ്റലായിട്ടാണ് ലഭിക്കുക. സാധാരണ ആധാർ കാർഡിന്റെ കോപ്പി പോലെ തന്നെ ഇത് നിയമസാധുതയുള്ളതുമാണ്. നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാനും സാധിക്കും. ഇപ്പോൾ നമുക്ക് ഈ മാസ്ക്ഡ് ആധാർ UIDയുടെ വെബ്സൈറ്റിൽ നിന്ന് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഉപയോഗിക്കാമെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ മാസ്ക്ഡ് ആധാർ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ മൊബൈലിൽ കൂടിയോ അതല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കൂടിയോ ഒക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണിത്. ഞാനിവിടെ കാണിക്കുന്നത് കമ്പ്യൂട്ടറിൽ കൂടി ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നതിനെ കുറിച്ചാണ്. അതിനായിട്ട് നമ്മുടെ ബ്രൗസറിൽ നിന്ന് UID എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആധാറിന്റെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റ് ലിങ്ക് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നമുക്കവിടെ ആദ്യം ലാംഗ്വേജ് സെലക്ട് ചെയ്യാനായിട്ട് ചോദിക്കും. അവിടെ നമുക്ക് ഏത് ലാംഗ്വേജ് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. തുടർന്ന് ആധാറിന്റെ ഹോം പേജ് മൈ ആധാർ എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് ഡൗൺലോഡ് ആധാർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. തുടർന്ന് വരുന്ന പേജിൽ ലോഗിൻ ചെയ്യാനായിട്ടാണ്. ലോഗിൻ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. അടുത്ത പേജിൽ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ആധാർ നമ്പർ എന്ന് പറഞ്ഞ കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അവിടെ തന്നിരിക്കുന്ന ക്യാപ്ച കോഡ് തെറ്റാതെ എൻ്റർ ക്യാപ്ച എന്ന് പറഞ്ഞ് അവിടെ എൻ്റർ ചെയ്തിട്ട് ലോഗിൻ വിത്ത് OTP ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ആയിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP പോകുന്നതാണ്. നമ്മുടെ മൊബൈലിൽ ലഭിച്ച OTP എൻ്റർ OTP എന്ന് പറഞ്ഞ കോളത്തിൽ എൻ്റർ ചെയ്തിട്ട് ലോഗിൻ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. തുടർന്ന് ഓപ്പണായി വരുന്ന പേജിൽ രണ്ടാമത്തെ ഓപ്ഷൻ കാണാം, ഡൗൺലോഡ് ആധാർ. അത് ക്ലിക്ക് ചെയ്യുക. സാധാരണ ഈ ആധാർ ഡൗൺലോഡ് ചെയ്യുന്ന സെയിം ഓപ്ഷൻ തന്നെയാണ്. അവിടെ ആദ്യം തന്നെ കാണാം ഡു യു വാണ്ട് എ മാസ്ക്ഡ് ആധാർ. അത് ടിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ കാണാം കൺഗ്രാജുലേഷൻസ്, ആധാർ കാർഡ് ഹാസ് ബീൻ സക്സസ്ഫുള്ളി ഡൗൺലോഡഡ്. അപ്പോൾ ഇത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ പാസ്വേഡ് അതെങ്ങനെയാണെന്നുള്ളതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പേരിൻ്റെ ആദ്യത്തെ 4 ലെറ്റർ പ്ലസ് നമ്മുടെ ഇയർ ഓഫ് ബർത്ത് ആണ് അവിടെ പാസ്വേഡായിട്ട് കൊടുക്കേണ്ടത്. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. ഈ പാസ്വേഡ് ഒഴിവാക്കിയിട്ട് നമുക്കിത് എങ്ങനെ സേവ് ചെയ്യാമെന്നതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് ഇപ്പോൾ മുകളിൽ ഐ ബട്ടണിലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ആ രീതിയിൽ നമുക്കിത് പാസ്വേഡ് ഒഴിവാക്കിയിട്ട് നമ്മുടെ സിസ്റ്റത്തിലേക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ മാസ്ക്ഡ് ആധാർ. നമ്മുടെ ആധാറിൻ്റെ അവസാനത്തെ 4 അക്കം മാത്രമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. ബാക്കിയെല്ലാം മാസ്ക്ഡ് ആണ്. ഈ രീതിയിൽ മാസ്ക്ഡ് ആധാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിവിധ തരത്തിലുള്ള തട്ടിപ്പുകളിൽ നിന്നും ദുരുപയോഗങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ആധാർ സേഫ് ആക്കാനായിട്ട് നമുക്ക് സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുമെന്ന് കരുതുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് കയറി വിസിറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പ്രയോജനകരമായിട്ട് വീഡിയോകളൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.